ഇവിടെ ഈ ചന്തയിൽ ഒരു പ്രത്യേകത, ഞാൻ ഈ ചന്തയുടെ കഥ പറയാൻ കാരണമുണ്ട്. ഈ ചന്തയിൽ വിൽക്കുന്ന സർവ്വ സാധനവും നമ്മുടെ പണ്ട് കേരളത്തിലെ നാട്ടിൻപുറത്തെ ചന്തകളിൽ വിൽക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ അടുക്കളയിലേക്ക് വാങ്ങുന്ന സർവ്വ സാധനങ്ങൾ അവിടെയുണ്ട്. മല്ലി, മുളക്, വറ്റൽമുളക്, ഉലുവ, കടുക് എന്ന് വേണ്ട കേരളത്തിൽ പാചകം ചെയ്യാൻ അടുക്കളയിൽ സ്ത്രീകൾ വാങ്ങുന്ന സർവ്വ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, കറി വെക്കാനൊക്കെയുള്ള പലതരം സ്പൈസസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. കറുവപ്പട്ട എല്ലാം ഉണ്ട് അവിടെ. വേറൊരു കാര്യം എന്താണെന്നറിയോ, കർഷകർ ഉൾഗ്രാമങ്ങളിൽ നിന്ന് പച്ചക്കറിയും അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് വരും. എന്നിട്ട് കാശ് കൊടുത്തിട്ടല്ല സാധനം വാങ്ങുക. 1 കിലോ പയർ കൊടുത്തിട്ട് 1/2 കിലോ വേറെ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും, പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് പോകും. ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും നടക്കുന്നൊരു ചന്തയാണ്. കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല, ഇവൻ്റെ കയ്യിലുള്ള വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇത്ര ഇങ്ങോട്ട് മേടിക്കും. അപ്പോൾ അത് എത്രയാണ് ഇവർ തമ്മിൽ തരേണ്ടത്? ഇവൻ 1 കിലോ പയറും കൊടുക്കുമ്പം എത്രയാണ് മുളക് എന്നിവർക്കറിയാം. അങ്ങനെ അവിടെ ഒരു സിസ്റ്റം അങ്ങനെയുണ്ട്. അത് കൊടുത്ത് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നു. അത് പണ്ട് കാലം മുതൽ നടക്കുന്നൊരു സിസ്റ്റമാണ്. അതായത് 1 കിലോ പയർ കൊടുക്കുമ്പം 1/4 കിലോ മുളകായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 100 ഗ്രാം കറുവാപ്പട്ടയായിരിക്കും കിട്ടുന്നത്.